ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ മസാലയിൽ തയ്യാറാക്കിയെടുക്കുന്ന ഒരു ഫിഷ് ഫ്രൈൻ്റെ റെസിപ്പിയാണ് കേട്ടോ പറഞ്ഞിരുന്നത്. കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ഞാൻ പറയാം. വിഴിഞ്ഞത്ത് പോയപ്പോൾ വാങ്ങിയ മീനാണ്. ഫ്രഷ് ആണെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ്, പക്ഷേ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്ര ഫ്രഷ് അല്ലായിരുന്നു കേട്ടോ മീൻ. വല്ലാണ്ടങ്ങ് അളിഞ്ഞു പോയെന്ന് ചോദിച്ചാൽ അത്രയ്ക്കങ്ങ് ആയില്ല, എങ്കിലും അത്ര ഫ്രഷ് അല്ലായിരുന്നു മീൻ കേട്ടോ. ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു മീൻ. അതാണ് ആ ഒരു വാസ്തവം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇതാ ക്ലീൻ ചെയ്ത് തലയൊക്കെ ഞാൻ മറ്റു തല ഒന്നും എടുത്തിട്ട് എല്ലാം കളഞ്ഞു. നന്നായിട്ട് ഉപ്പ് കൊട്ടൊന്ന് ഉരച്ച് കഴുകി ഒരു 4-5 വെള്ളം ഒന്ന് കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് വരഞ്ഞൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 15 എണ്ണം ഉണ്ട് കേട്ടോ ഈ ഒരു മീൻ. ഏകദേശം അല്ല, മൊത്തത്തിൽ ഒരു 15 എണ്ണം ഉണ്ട്. പിന്നെ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് 2 തക്കാളി, 1 പീസ് ഇഞ്ചി, 3 പച്ചമുളക്, 2 വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം കുരുമുളകും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ അരച്ചെടുക്കുന്നത്. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, തക്കാളിയിൽ വെള്ളം കാണില്ല. ആ ഒരു വെള്ളത്തിൽ നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുത്താൽ മതിയാകും. അപ്പോൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു പേസ്റ്റ് നമുക്കിനി മീനിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ അവിടെ ഒരു ഏകദേശം 2-2.5 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ അളവിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ഇനി ബാക്കി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 2-2.5 ടീസ്പൂണോളം പെരുംജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 3-4 ടേബിൾ സ്പൂൺ വരെ മുളക് പൊടി, കാശ്മീരി പ്ലസ് നോർമൽ ചില്ലി പൗഡറാണ്. ആ ഒരു മുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ തക്കാളി അരച്ച് ചേർത്തുകൊണ്ട് തന്നെ ഒരു മസാല മീനിൽ അങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കില്ല. കോട്ടിങ് ഇളകി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ മസാല പുറത്തിങ്ങനെ കോട്ടാവും കേട്ടോ. അതുകൊണ്ടാണ് ആ ഒരു അരിപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തത്. ആ ഒരു അരിപ്പൊടിയും കൂടെ ഇടിയപ്പത്തിനൊക്കെ ഉള്ള പൊടിയാണ് കേട്ടോ, നൈസ് പൊടിയാണ്. ആ ഒരു അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മാരിനേഷൻ ചെയ്തിട്ട് നമുക്കിതൊരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. നമ്മൾ ഇന്ന് ഫ്രൈ ആക്കാനുള്ള മീൻ മാത്രം ഞാൻ പുറത്തോട്ട് വെച്ചിട്ട് ബാക്കി ഞാൻ ഫ്രീസറിലോട്ട് ചെറിയ ബോക്സിലാക്കിയിട്ടൊന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയും മീനിൻ്റെ ആവശ്യമില്ലല്ലോ നമുക്കിന്ന്. അപ്പോൾ ഒരു 4-5 ഫിഷ് മാത്രം എടുത്ത് ഞാൻ ഫ്രൈ ആക്കുന്നുണ്ട് കേട്ടോ, ഫ്രഷ് ആയിട്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ഈ ഒരു മീൻ ഫ്രൈ ചെയ്ത സമയത്ത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മീനിൻ്റെ ആ ഒരു ക്വാളിറ്റി ഇല്ലായ്മ കൊണ്ട് ഒരു ടേസ്റ്റ് കുറവുള്ളതേ ഉള്ളൂ. അല്ലാതെ ഒരു മസാലയും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്യാവശ്യം. പക്ഷേ ഫ്രീസറിൽ വെച്ചിട്ട് ഞാൻ പിന്നെ എടുത്ത് ഫ്രൈ ചെയ്യുന്ന സമയത്തും മീൻ ഒട്ടും തന്നെ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. എങ്ങനെ ഒരു പച്ചവെള്ളം ചുവയ്ക്കുമെന്ന് പറയില്ല, അതുപോലത്തെ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒട്ടും തന്നെ രുചി ഉണ്ടായിരുന്നില്ല മീൻ. അപ്പോൾ ഞാൻ എന്തായാലും ഇന്നത്തെ ഫിഷ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവുന്നതിന് ശേഷം മീൻ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് 2 സൈഡും ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ 2 സൈഡും ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അരിപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ മസാല കൊട്ടിക്ക് നന്നായിട്ട് എൻ്റെ പുറത്തിങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ കുറച്ച് 1-2 തണ്ട് കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഫ്രീസറിൽ വെച്ചിട്ട് എടുത്ത സമയത്ത് എനിക്ക് ടേസ്റ്റ് കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. ഇന്നത്തെ ദിവസം ഓക്കെ ആയിരുന്നു, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു തക്കാളിയും നമ്മളിത് കരച്ച് ചേർത്തതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റും ആ ഒരു മസാലയുടെയൊക്കെ ടേസ്റ്റ് നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തതിന് ശേഷം പിന്നെ ഇല്ലായിരുന്നു. ഒരു മീനിൻ്റെ കുഴപ്പം കൊണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ എപ്പോഴും മസാല പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ട് അടുത്ത ദിവസമൊക്കെ അടുത്ത് ഇങ്ങനെ ഫ്രൈ ചെയ്യാറുണ്ട്. അപ്പോഴൊന്നും ഇല്ലാത്തൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ മീനിനൊരു പ്രത്യേക. അപ്പോഴൊന്നും എനിക്ക് ഈ ഒരു ഇങ്ങനത്തെ ഒരു വൃത്തിയുടെ ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് മീനിൻ്റെ കുഴപ്പമായിരിക്കാനാണ് ചാൻസ് കൂടുതലും. അല്ലെങ്കിൽ തക്കാളി അരച്ച് നമ്മൾ ചേർത്തിട്ട് ഫ്രീസറിൽ വെച്ച് സൂക്ഷിച്ചിട്ട് പിന്നെ നമ്മളെടുത്ത് ഫ്രൈ ആക്കിയത് കൊണ്ടും ആവാം. ഇത് രണ്ടിലേതോ ഒന്നാണ് കാരണം. അപ്പോൾ എന്തായിരുന്നാലും ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉച്ചത്തെ ഒരു ലഞ്ച് നോക്കാം. മട്ടേരി ചോറാണ് ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നെ ഞാൻ കറിയായിട്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല. കുറച്ച് ചമ്മന്തിയും പിന്നെ അവിയലും പിന്നെ ഒരു മീൻ പൊരിച്ചതും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് തൈരും കൂടെ ഞാൻ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. തൈര് ഉപ്പൊന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഒരു ചോറും പച്ചക്കറി അവിയലും അത്യാവശ്യം തൈരൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ്. പിന്നെ അതാ ഒരു കാന്താരി മുളകൊക്കെ ചേർത്ത് അരച്ചെടുത്തിട്ടുള്ള ചമ്മന്തി പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ, ചമ്മന്തിയും ചോറും അവിയലൊക്കെ. പിന്നെ ഇതാ ഒരു ഫിഷ് ഫ്രൈയും പിന്നെ തൈര്, നോർമൽ തൈരാണ്. ഇതിൽ ഉപ്പോ അങ്ങനത്തെ ഒരു സംഭവം ചേർത്തിട്ട് വേറെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് തൈരും കൂടിയിട്ട് നമ്മുടെ ലഞ്ച് ഇതാണ്. ഒരു സിമ്പിൾ റെസിപ്പിയാണ്. ഈ ഒരു റെസിപ്പി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് നമ്മുടെ പേജും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.